ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ മക്കളെല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. ഒന്ന് കണ്ടു നോക്കി, നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര തളർച്ചയും വയ്യായും ക്ഷീണവും കേടൊക്കെ ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. ചായയും കടിയൊക്കെ ഉണ്ടാക്കലെങ്കിൽ കുടിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഉച്ചക്കുള്ള വീഡിയോ ഒക്കെ നല്ലപോലെ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഞാൻ തിരുമ്പാവന് കുറച്ചുണ്ടായിരുന്നത് തിരുമ്പട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പോയതായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു തളർച്ചയും ക്ഷീണമൊക്കെ വന്നിട്ട് പിന്നെ അങ്ങനെ കിടന്നിട്ടാ മോളും കൂട്ടൊക്കെ എടുത്തിട്ട് ഞാനും അവിടെ കിടന്ന് അങ്ങനെ നേരം വൈകിട്ട് 1 മണിയൊക്കെ ആയിക്കണം കേട്ടോ. ഞാൻ ഇക്കാക്ക് കുക്കറിൽ ലേശം ചോറ് വെച്ച് കൊടുത്തിട്ട് തലേന്നത്തെ കറിയൊക്കെ ഒപ്പിച്ചിങ്ങാണ്ട് കൊടുത്തതാണ്. മക്കൾ സ്കൂളിലല്ല, മക്കൾക്ക് വേണ്ടല്ലോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കെടുക്കുമ്പോഴും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അങ്ങനെ ഒന്ന് നോമ്പ് പിടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു തളർച്ച വന്നത്. അപ്പോൾ എന്നോട് കുറേ നോമ്പ് മുറിക്കാനൊക്കെ പറഞ്ഞപ്പോൾ ഞാനതൊന്നും കേൾക്കാതെ തന്നെ നോമ്പെടുത്ത്. അതുകൊണ്ട് എനിക്ക് തീരെ വയ്യാതായി. അപ്പോൾ സാധാരണ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒന്നും തന്നെ കുടിക്കാത്ത കാരണം, വെള്ളം പോലും കുടിക്കാത്ത കാരണമാണ് എനിക്ക് ആ തളർച്ച വന്നത്. അപ്പോൾ ഇപ്പോഴും വയ്യേനു കേട്ടോ. അപ്പോൾ ഞാൻ എന്നാലും കുട്ടികൾക്കൊക്കെ ഇനി വൈകുന്നേരത്തിനൊന്നുമില്ല. അപ്പോൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം. അപ്പോൾ എന്നാൽ ഈ ചായയും കടി ഉണ്ടാക്കുകയാണെങ്കിൽ നോമ്പറക്കാനാവും ചെയ്ത് കുട്ടികൾക്കൊക്കെ സ്കൂളിട്ട് വന്നാൽ കൊടുക്കുകയും ചെയ്യാമല്ലോ എന്നുള്ളതിലാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിന്നത് ഉണ്ടാക്കുന്നത് കോഴിമുട്ടൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് കറിയും വെക്കാനും അതുപോലെ നെയ്പത്തൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാണ് ആ കടി. അപ്പോൾ അതിക്ക് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് തേങ്ങ ചിരകി എടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, എടുത്തുകൊണ്ട് ഞാൻ ചിരകി എടുത്താണ്. അപ്പോൾ ഇക്ക തേങ്ങ ചിരകി തരും കേട്ടോ. പക്ഷേ എനിക്ക് തേങ്ങ ചിരകാനൊന്നും വയ്യാത്തൊരാവതില്ലാത്ത പോലെ ഉണ്ട്. അപ്പോൾ ചിരകി തരാമെന്ന് പറഞ്ഞപ്പോൾ ഇത് കുറച്ചുള്ളൂ, ഇത് കടിക്കുള്ളതാണ്. അപ്പം ഇനി കറിക്കുള്ളത് നിങ്ങൾ പൊളിച്ചിട്ട് ചിരകി തന്നാളിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഞാൻ ഈ ചെറിയ ഉള്ളിയൊക്കെ അതുകൊണ്ട് തൊലിച്ചെടുക്കുകയാണ്. നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കണം. നമുക്ക് സമ്മന്തി അരക്കണം. മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്താൽ മതി. ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, അതുപോലെ ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അളവൊന്നുമില്ല കേട്ടോ, ഞാൻ ഈ പൊടിയൊക്കെ അനുസരിച്ചിട്ടുള്ള കുറേശ്ശെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതാ ഇനി ഞാൻ പൊടിക്കും വേണ്ടിയിട്ട് ആദ്യം തന്നെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം നല്ല തിളച്ച് വരുന്ന ടൈമിൽ ഒന്നുമില്ല, വെള്ളവും അതും ഇതൊക്കെ ഭക്ഷണം കുടിച്ചാൽ പിന്നെ ചോറ് കഴിക്കണതിലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് നോമ്പാകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കാനും അതുപോലെ കഴിക്കാനും എനിക്ക് നല്ല ഇഷ്ടമാണ് അവർക്ക്. അപ്പോൾ അത് വിചാരിച്ചിട്ടൊക്കെയാണ് നിൽക്കുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യണുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ
ഒരു സമാധാനം. പിന്നെ മോള് ഇവിടെ നടക്കുന്നുണ്ട്. മോളിന്ന് കുറച്ചൊക്കെ ഒരു കളിയിലാണ്, അതുകൊണ്ട് വല്ലാതെ ഒരു ശല്യത്തിനില്ല. എന്നാലും ഇടക്കും കണ്ട് വരനൊക്കെ ഉണ്ട് കേട്ടോ അവള്. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം അത് കുഴച്ചെടുക്കാൻ. കണ്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഏറി പോകട്ടെ. അപ്പോൾ പിന്നെ പൊടിയിൽ പിന്നെ വെള്ളം പാകമായി കിട്ടൂല. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ കൈയൊന്ന് നല്ല പൊള്ളണതിന് ഇടയ്ക്കൊന്ന് വെള്ളം ഒന്ന് പച്ചവെള്ളം ഒന്ന് തൊട്ടുകാണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. എന്നാലും നന്നായി ചൂടാറാൻ വെച്ചിട്ടുണ്ടെങ്കിലോ നമ്മളെ പൊടി കണ്ട് ഉഷാറായി കിട്ടില്ല. അപ്പോൾ ഇളം ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ കൈ ഇങ്ങനെ ചൂടായിട്ടാണ് ഇങ്ങനെ പതുക്കെ ആക്കണത് കേട്ടോ. കൈ ഇങ്ങനെ പൊന്തിച്ചിട്ട് അപ്പോൾ അതാ ഞാനിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു ചൂട് പോയതിൻ്റെ ശേഷമാണ് പിന്നെ ഇതാക്കണത്. എൻ്റെ മോളും ഇതാ വന്നിട്ട് തേങ്ങൻ്റെ ഇതൊക്കെ എടുത്തുകൊണ്ട് കേട്ടോ. ഇക്ക തേങ്ങ പൊളിച്ച് കാണ്ട് ഇവിടെ കൊടുന്ന് വെച്ചതാണ്. ചിരക്കി തരാമെന്നൊക്കെ പറഞ്ഞ് തേങ്ങ പൊളിച്ച് കൊടുന്ന് വെച്ചതാണ്. അത് ഓളെടുത്ത് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പം കൊണ്ടുപോക്കുകയാണെങ്കിൽ ഞാൻ ആ ചെറിയ ചൂടോട് വെച്ചിട്ട് തന്നെ കൈയൊക്കെ ഒന്ന് നനച്ച് പിടിച്ചിക്കാണ്ട് ഇതുപോലെ കുഴച്ചെടുക്കണം. എന്നാലാണ് ഈ പത്തലിന് നല്ല ഇതുണ്ടാവുക കേട്ടോ. പൊങ്ങിയിട്ട് കിട്ടാനും എല്ലാം നല്ല ഉഷാറാവുക. അപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുകയെന്ന് വിചാരിക്കുകയാണ്. നടക്കണേ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രസ്സുമ്പോൾ ഒരു കവർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് ഭാഗമുള്ള ഒരു കവറ് പിന്നെ നടുവിലായിട്ട് ഇത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പ്രസ്സുമ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അത്യാവശ്യം നല്ലോണം പരന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഉണ്ട് ബോളാക്കി എടുത്തിട്ട് എന്താ അത്ര തന്നെ പരകണ്ട, ഇതുപോലെ ചെറിയൊരു കട്ടിയോട് കൂടിയിട്ടാണ് കേട്ടോ അത് കിട്ടേണ്ടത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അത് പരന്ന് കിട്ടും കേട്ടോ. കാരണം മാവെല്ലാം സോഫ്റ്റാണ് കേട്ടോ. പത്തിരിനെക്കാട്ടിയും സോഫ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് അത് പരന്ന് കിട്ടും. അപ്പോൾ പ്രസ് ചെയ്യാതെ ചെറുതായി ഒന്നും കണ്ട് അമർത്തിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നല്ല പരകണ്ട, അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് ഇത് വേണ്ടത്. അപ്പോൾ അതാ ഉണ്ടാക്കാണ് എണ്ണ ചൂടായി വരുന്ന ടൈമിലാണ് ഇട്ട് കൊടുത്തേക്ക് തന്നെ ഇത് പൊങ്ങിയുണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒറ്റ പൊള്ളനായിട്ട് തന്നെ കണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ മറ്റേതും ഇതുപോലെ ചെയ്യാം. പിന്നെ പ്രസ്സും അല്ലാതെ നമുക്ക് ഈ കവറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മുകളിൽ പ്ലേറ്റ് വെച്ചിട്ട് അമർത്തി കൊടുക്കുകയും ചെയ്യട്ടെ. അങ്ങനെ ഞാൻ ചെയ്യലുണ്ട്. അപ്പോൾ അതാ ഞാൻ പ്രസ്സും വെച്ചിട്ട് തന്നെ ഇതുപോലെ അമർത്തി എടുക്കണം. അപ്പോൾ പ്ലേറ്റ് വെക്കുമ്പോൾ നമുക്ക് മുകളിൽ നല്ല നിരപ്പുള്ള പ്ലേറ്റ് വെച്ച് കൊടുക്കണം. എന്നാലേ കവറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മുകളിൽ പ്ലേറ്റ് വെച്ച് അമർത്തിയാൽ അത് അപ്പം നമുക്ക് റൗണ്ടായിട്ടുണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ പ്ലേറ്റ് എൻ്റെ അടുത്ത് അങ്ങനത്തെ കുറച്ച് ഉരുണ്ട പോലത്തെ പ്ലേറ്റാണ് കേട്ടോ ഉള്ളിൽ. അപ്പോൾ പരന്ന പ്ലേറ്റിൽ എന്തോ സാധനം. അപ്പോൾ ഞാൻ പ്രസ്സുമ്പോൾ തന്നെ അമർത്തി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാതും ഇതുപോലെ ഉണ്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ ലൈറ്റൊക്കെ പോണത് ഫ്ലാഷിൻ്റെ ലൈറ്റ് ഇങ്ങനെ കെടുകയാണ് കേട്ടോ. എൻ്റെ ക്യാമറയൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതാ ഒന്ന് പരത്തിയിട്ട് ചുട്ടതിൻ്റെ ശേഷം കേട്ടോ ഓരോന്നിങ്ങനെ പരത്തിയെടുത്താൽ മതി. പരത്താൻ എളുപ്പമല്ല, ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യാതെ ഒന്നും കണ്ട് അമർത്തി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതാ എല്ലാതും കൂടി പരത്തി വെക്കാൻ പറ്റൂല കേട്ടോ. പൊട്ടി പിടിക്കും, അപ്പോൾ ഉഷാറായി കിട്ടില്ല. അപ്പോൾ കണ്ടില്ല രണ്ടും ഒറ്റ പൊള്ളനായിട്ട് കണ്ട് പൊള്ളച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പൊരിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നവിടെ അടച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാനിത് കാണിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ പൊങ്ങിയതൊക്കെ താന്നിക്കണ്. അപ്പോൾ ചൂടോട് കൂടി ചട്ടിക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിരുന്നു. അത് കണ്ടിട്ട് അങ്ങനെ അയക്കണം. അത് എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇക്ക ഇളനീന് ജ്യൂസ് അടിച്ചാൽ നിൽക്കുക കേട്ടോ. ഇക്ക ഇളനീന് ഉണ്ടായിന്ന് 2 എണ്ണം കൂടെ ഇട്ടച്ചിട്ട് അപ്പോൾ അതെടുത്ത് കണ്ട് ജ്യൂസ് അടിക്കുക എന്ന് പറഞ്ഞിട്ട് നോമ്പറക്കുമ്പോഴത്തേനും ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്ക റെഡി ആക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇളനീനിക്ക് 2 ബദാമൊക്കെ അതാ കുത്തിയിട്ട് അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു ഐറ്റം വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസാണ് ഇട്ടടിച്ചെടുക്കുന്നത്. കുറച്ച് ഐസും കട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പാലും അതുപോലെ കുറച്ച് ബദാം ഇട്ട് കൊടുത്തിരിക്കുന്നത്, പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ എളുപ്പത്തിലുള്ളൊരു കറിയായിട്ട് ഉണ്ടാക്കണം. എന്നാലും നല്ല രുചിയാണ്. ഇതുപോലെ ഒന്ന് കറി ഉണ്ടാക്കി വെക്കൊണ്ട്. അപ്പോൾ ഞാൻ മുട്ട ഒന്നും പുഴുങ്ങിയെടുക്കണില്ല, കാരണം പാങ്ക് കൊടുക്കാൻ ഏകദേശം ആയി തുടങ്ങിയിരുന്നു കേട്ടോ. ഞാൻ സ്കൂളിൽ വരുമ്പോഴത്തേന് ഒരു കട്ടൻ ചായയും ബേക്കറിയൊക്കെ കൂട്ടി ചായ അടിച്ചിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് അപ്പോൾ മാരി പോകുമ്പോഴത്തേന് തന്നെ അപ്പോൾ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഉണ്ടാക്കി വരുമ്പോൾ തന്നെ നേരെ ഇങ്ങനെ വേഗിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിങ്ങനെ ആക്കത്തിയിലോട്ടോ ഞാൻ ചെയ്യണത്. അപ്പോൾ ഞാൻ സവാളയും തക്കാളിയും പച്ചമുളകും ഉരുളങ്കിഴങ്ങും കൂട്ടിയിട്ട് വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ടാണ്ട് പാത്രത്തിൽ വെച്ചിട്ട് വേവിക്കാൻ വെച്ചിരിക്കണം കേട്ടോ. വാട്ടിയെടുക്കൊന്നും ചെയ്യാതെ. അതുകൊണ്ടൊക്കെ ഒരു പാൻ വെച്ചിങ്ങാണ്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കണം. അതിക്ക്
ഒരു 1/4 സ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ വെളിച്ചെണ്ണ മൂപ്പിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചിക്കാണ് കേട്ടോ ഈ തേങ്ങ വറുത്തെടുക്കുമ്പോൾ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ വറുത്തെടുക്കുമ്പോൾ ആദ്യക്ക് ജീരകവും ചെറിയ ഉള്ളിയൊക്കെ കണ്ട് ഇട്ട് കൊടുക്കലാട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങയിലിട്ടിട്ടും വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കട്ടെ. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇത് വറുത്തെടുക്കണം. അപ്പോൾ തീ കൂടിയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ് പോകുന്നാലോ ശരിക്കും വറവായി കിട്ടില്ല. അപ്പോൾ നമ്മളെ കറിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ തേങ്ങ വറക്കണോടത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട പൊഴിഞ്ഞെടുക്കാതെ ഒന്ന് പൊരിച്ചിങ്ങാണ്ട് ഇട്ട് കൊടുത്തിട്ടുള്ള കറിയാട്ടോ ഉണ്ടാക്കുന്നത്. ആ കറി നല്ല രുചിയാണ് കേട്ടോ. അത്യാവശ്യം വെള്ളമൊന്നും നീണ്ടു പോവാതെ തന്നെ നല്ല കട്ടിയിലുള്ള അടിപൊളിയായിട്ടുള്ള കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതാ ഉരുളങ്കിഴങ്ങും തക്കാളി സവാളൊക്കെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ പൊരിച്ചെടുത്തിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ 2 കോഴിമുട്ട മതി, എല്ലാം തന്നെ പൊട്ടിച്ച് ഒഴിച്ചിട്ടും ചെയ്യാം. അപ്പോൾ അതാ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ല ഇഷ്ടമായിരിക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ. അപ്പോൾ പൊരിച്ചെടുക്കുമ്പോൾ ഇത്ര മതി കേട്ടോ, 2 കോഴിമുട്ട മതി. പുഴുങ്ങിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 4 എണ്ണം പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ടൈമില്ല ഞാൻ പുഴുങ്ങിയെടുക്കാൻ. അപ്പോൾ അത് പൊരിച്ചുകൊണ്ട് പെട്ടെന്നാണ്ട് ഇട്ട് കൊടുക്കണം. അപ്പോഴും കറിയൊക്കെ നല്ല രുചിയാണ് കേട്ടോ. അതുപോലെ ഉണ്ടാക്കിയാലും കോഴിമുട്ട ഞാൻ പല രീതിയിലും ഉണ്ടാക്കിയെടുക്കലുണ്ട്. പൊട്ടിച്ചിങ്ങാണ്ടാണ്ട് ഒഴിച്ചെടുക്കും, അല്ലെങ്കിൽ പുഴുങ്ങിയിട്ട് കൊടുക്കും, അങ്ങനെ പല ഐറ്റത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാലും നല്ല രുചിയാണ്. അപ്പോൾ അതാ തേങ്ങ ഒരു വിധമൊക്കെ വറവഹിക്കണം കേട്ടോ. ഇനി നമുക്ക് കറി ഇവിടെ റെഡി ആക്കണേ. അപ്പോൾ ചായ അതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഏതും ഇവിടെ ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം വാങ്ങി കൊടുക്കാനായിക്കണം. അപ്പോൾ ഇക്ക കണ്ടില്ല ജ്യൂസ് അടിച്ചിട്ടുള്ളത് നമ്മളെ ഇളനീനാണ് ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും ഒരേ ക്ലാസ്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒക്കെ പരിപാടി ഒരുക്കി ചെയ്യുന്നത്. നല്ല ഫ്രൂട്ട്സും എടുത്ത് വെച്ചിട്ടുണ്ട്, ചക്രമത്തിന് അതുപോലെ പേരയ്ക്ക്, പിന്നെ വേറെ എന്താ അതിൻ്റെ പേരൊക്കെ ചിലപ്പം പറയാൻ കിട്ടൂല കേട്ടോ, അതുകൊണ്ട്. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആവുമെന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഒപ്പത്തിന് പണിയെടുക്കാൻ ആളുണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കിയത്.
മോള് കണ്ടില്ല, ഞാൻ ഫോൺ ഓളെടുത്തൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ ചെരിക്കൂട്ട. അപ്പോൾ ഓൾക്ക് അറിയാം വീഡിയോ എടുക്കുകയാണെന്നുള്ളത്. അത് കണ്ടില്ല, പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പാത്രങ്ങളൊക്കെ പരന്നെടുക്കിന്ന് വയ്ക്കാനിട്ട ഒക്കെ ശരിയാക്കണത്. അങ്ങനെ ഉണ്ടാവില്ല, ഭയങ്കര തളർച്ചയും ക്ഷീണമൊക്കെ ആയിട്ടാണ്. അപ്പോൾ കുട്ടികൾ കണ്ട് എടുത്തു കൊടുക്കുകയാണ്. അപ്പൊക്കെ ഞാൻ ആ ചൂട് കൊടുക്കാനാണ് പൊരിച്ച പാടന്നെ അടച്ച് വെച്ചിട്ട് ഒക്കെ പൊങ്ങിയതൊക്കെ താന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര കൊള്ളു ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.